പശുവിനെ ആരാധിക്കില്ല എന്ന് മാത്രമല്ല, പശുമാംസം ഭക്ഷിക്കുകയും ചെയ്യും. നായാട് മുതൽ നമ്പൂരി വരെ ഇതൊക്കെയുള്ള ഐക്യത്തിന് ശ്രമിക്കുമ്പോൾ ആദ്യം ഒരു പറയേണ്ട മറുപടി, നിങ്ങളെങ്ങനെ ഹിന്ദുക്കളാകുന്നു? 1935 ആകുമ്പോഴേക്കും അയുക്ത ജാതിക്കാരാണ്, കണ്ടച്ച മനസ്സാണ്. ഇപ്പോൾ ഒരു കാര്യം അറിയാൻ 100 കുറ്റം പറയുമ്പോൾ ഈ സായിപ്പ് ഇതിനെ പറ്റി ഗഹനമായിട്ട് പഠിക്കും. ഒരു കാര്യം പഠിക്കാതെ ചെയ്യില്ല, കാരണം അവൻ അക്കാദമിക് ലെവലിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കോർട്ടൂസ് മലബാറിസോ മലബാർ മാനുവലോ ഒക്കെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കുക അവരുടെ ഉദ്യമം അത്ര വലുതാണ്. തദ്ദേശീയരായ ഏതൊരാളും ചെയ്തതിനേക്കാൾ ഒരു കാര്യത്തിൽ അവർ കൊടുക്കുന്ന ഗവേഷണാത്മകമായ അന്വേഷണ രീതി അതാണ്. അപ്പോൾ ചില നിബന്ധനകൾ മുമ്പ് പോലെ അവിടെ നിർദ്ദേശിക്കപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഒരാൾ അണ്ടച്ചുവിൽ അസ്പർശ്യത പറയുന്നത് ബ്രാഹ്മണ്യത്തെ നിഷേധിക്കുന്നതാണ് ഒന്നാമത്തെ. ബ്രാഹ്മണ്യം നിഷേധിക്കുക. 2, ബ്രാഹ്മണ പുരോഹിതന്റെ സർവീസ് അവരുടെ കുടുംബത്തിലോ അവനോ ലഭിക്കാത്ത പരിസ്ഥിതിയുള്ള ആളാണ് രണ്ടാമത്തെ രീതി. ഈ ബ്രാഹ്മണൻ വന്ന് കുടുംബകർമ്മങ്ങളൊന്നും ചെയ്യുന്നു. 3ാമത്തെ കാര്യം, പശുവിനെ ആരാധിക്കില്ല എന്ന് മാത്രമല്ല, പശുമാംസം ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ പശുമാംസം ഭക്ഷിക്കുന്ന ആളുകളാണ് പശുവിനെ ആരാധിക്കാറില്ല. അടുത്തത്, ഹിന്ദു ദൈവങ്ങളെ ഒരു വിധത്തിലും ആരാധിക്കുന്നു. ഈ ഗോത്രദൈവബോധവും ഹിന്ദു ദൈവബോധവും രണ്ടായിട്ട് തുടങ്ങണം. അപ്പൊ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്ത, അതുപോലെ ബ്രാഹ്മണ്യത്തെ നിഷേധിക്കുന്ന, വേദങ്ങളെ ഉദന്യസിച്ച് നിഷേധിക്കുന്ന, വേദങ്ങൾ അപൗരുഷയങ്ങളാണ് എന്ന് പറയുന്ന വാദത്തെ നിരാകരിക്കുന്ന 8-10 ലക്ഷണങ്ങളോട് കൂടിയ ആളുകളാണ് അണ്ടച്ചത്. ഞങ്ങളെങ്ങനെ ഹിന്ദുക്കളാണ്? ഇതാണ് അംബേദ്കർ മുമ്പ് പഠിച്ച വാദം. ഇങ്ങനെയുള്ള ഈ മനുഷ്യരെ ഹിന്ദു ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള അംബേദ്കറുടെ വാദം ഗഹനമായി ചർച്ചയ്ക്കെടുക്കുമ്പോൾ അപകടം നടത്ത മഹാത്മജി 2ാം വട്ടമേശത്തിൽ പങ്കെടുത്തു. ശക്തിയുക്തം അംബേദ്കർ വാദിക്കുമ്പോൾ ആ സമ്മേളനങ്ങളിലുടനീളം അംബേദ്കർ എതിർക്കുന്നത് മഹാത്മജിയാണ്. മഹാത്മജി എതിർക്കുന്നതൊഴിൽ പറയാണ്, മിസ്റ്റർ അംബേദ്കർ, ഇവരെ ഏതെങ്കിലും തരത്തിൽ എഗ്രി ചെയ്യാനോ തിരസ്കരിക്കാനോ അല്ലെങ്കിൽ ഇത്തരം മനുഷ്യരെ റെപ്രസെന്റ് ചെയ്യാനുള്ള അവകാശം തനിക്കാണ്. അംബേദ്കർക്കല്ല. ഞാനാണ് പാവങ്ങളുടെ ആൾ, ഞാനാണ് സാധാരണ മനുഷ്യരുടെ ആൾ. വളരെ രസകരമായൊരു കാര്യങ്ങൾ പിന്നത്തുണ്ട്. അംബേദ്കർ പറയുന്ന രസകരമായൊരു പ്രതികരണമുണ്ട്. മഹാത്മജി അങ്ങ് സാധിക്കുള്ള ആളാണെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അങ്ങൊരു സാധാരണ മഹലുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് ഈ മഹലുകൾ അങ്ങേക്ക് ഭക്ഷിക്കാൻ ഈ കടല കൊണ്ട് തരുന്നു. ഈ കടലയാകുമ്പോൾ തോല് വിളിച്ചു കഴിഞ്ഞാൽ വേറെ അപകടമൊന്നുമില്ല, അതിന് മാലിന്യമൊന്നുമില്ല. അത് അവര് ചിന്തിച്ചാണ് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ അവരുടെ കൈകൾ മലിനമാണെങ്കിലും നമ്മൾ ധരിച്ചിരിക്കുന്നല്ലെങ്കിലും ഈ മാലിന്യം ഉണ്ടാക്കുന്നവർ മഹാനും അത് നീക്കം ചെയ്യുന്നവർ മോശമെന്നാണ്. മാലിന്യം ഉണ്ടാക്കുന്ന ആൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസ് ഇട്ടിട്ട ആൾ സാറും അത് വെട്ടിക്കളയുന്ന മോശപ്പെട്ട മനുഷ്യരെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടല ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമില്ല, അവർക്ക് അത്രയും ബോധമുണ്ടായി. ബുദ്ധിമാനായ മഹാത്മജിയാണ് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കഴിക്കും, ഇതിൻ്റെ മുഴുവൻ സത്തയും എനിക്ക് ഉൾക്കൊള്ളണം, അതിനുവേണ്ടി ഞാനൊരു പണി ചെയ്യും. എൻ്റെ ആടിന് ഇത് കൊടുത്തിട്ട് ഈ ആടിൻ്റെ പാല് ഞാൻ കുടിക്കും. അപ്പോൾ കടല എന്നല്ല ഉള്ളിലാണ് മനസ്സിലായി. നമുക്ക് ആടിനെ കറന്നിട്ട് ആടിന് കടല കൊടുക്കുക, ആട് കടല തിന്നുക, കടല തിന്നുമ്പോൾ പരോക്ഷമായിട്ട് അതിലേക്ക് വരുമല്ലോ. ഇതൊക്കെ എടുത്തിട്ട് ശരിക്കും അംബേദ്കർ പറയുന്നു. സദനത്തിൽ തീരുമാനമാകാതെ ഈ വട്ടമേശ ഒന്നടങ്കം സമ്മേളനത്തിൽ പങ്കുകൊണ്ട ആളുകൾ പറയുന്നു ഒരു കാര്യം, ഇതിന് തീരുമാനമെടുക്കാനില്ല പരമാധികാരം. സർ റംസേ മക്രോണാണ് അന്നത്തെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തെ. അപ്പൊ ഇന്ന് ഈ സ്വദേശി എന്ന് പറയുന്ന കക്ഷികളെല്ലാം ചേർന്ന് പറയുമ്പോൾ ഒറ്റ ഒരാളെ എതിർത്തുള്ളതിന് അത് അംബേദ്കറാണ്. നമുക്ക് തീരുമാനിക്കാമല്ലോ എവിടെ എന്തിനാണ് ഈ റാംസേ മക്രോണാളിന്റെ മക്കളിലേക്ക് കൊടുക്കുന്നത്? അത് തിരിച്ചു. 1932
ഒരു ആഗസ്റ്റ് മാസം 17-ാം തീയതി മക്ഡൊണാൾഡിന്റെ തീരുമാനം കൊടുത്തത് അവിടുത്തെ ആൾക്കാർ ഹിന്ദുക്കളല്ലെന്ന് മാത്രമല്ല, അവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണമെങ്കിൽ അവർ സെപ്പറേറ്റായി പരിഗണിക്കപ്പെടണമെന്നും അംബേദ്കർ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണൽ അവാർഡ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. കമ്മ്യൂണൽ അവാർഡ് എന്താണെന്ന് നീ ചോദിക്കരുത്, നിങ്ങൾ പഠിച്ചിരിക്കണം, അത് വായിച്ചിരിക്കണം, മനസ്സിലായില്ലേ? അതതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ആ കമ്മ്യൂണൽ അവാർഡ് പ്രസംഗിക്കപ്പെടുന്നു. അപ്പോൾ ഏതാണ്ട് ഈ അംബേദ്കർ ഉന്നയിച്ച ആശയങ്ങളെല്ലാം സ്ഥാപിക്കപ്പെടുകയാണ്. സത്യത്തിൽ അന്ന് മുമ്പോട്ട് വെച്ച കമ്മ്യൂണൽ അവാർഡ് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇത് നമുക്കൊന്നും ഇവിടെ കൂടേണ്ടി വരില്ല. വലിയ ദാർശനികമായ ബുദ്ധിയോടെ സമത്വവും സാഹോദര്യവും സോഷ്യലിസവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വലിയ ലോകത്തിന്റെ കാഴ്ചപ്പാട് നിലനിർത്തി മുമ്പോട്ട് വെച്ച ആശയമാണ്. പക്ഷേ മഹാത്മജിക്ക് അംഗീകരിക്കാൻ പറ്റാതെ വന്ന കാരണം ഇവിടെ സുഹൃത്ത് ചോദിച്ചു നമുക്ക് പുസ്തകങ്ങളാണ്. ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഈ 4 പേരൊഴിച്ച് ബാക്കി ആളുകൾ ഹിന്ദുക്കളല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്. 4 പേരുള്ളൂ. 4 കൂട്ടർ കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദു മേധാവിത്വമാണെന്ന് പറയാൻ പറ്റില്ല. ഈ അപകടം നടത്ത കാരണം 21 സത്യാഗ്രഹങ്ങൾ ആകെ നടത്തിയിട്ട് ശ്രദ്ധേയമായ സത്യാഗ്രഹം പൂനെയിലെ ഇരുവാട ജയിലിന്റെ മുന്നിൽ ആരംഭിച്ചു. ഇരുവാട ജില്ല ആ സത്യാഗ്രഹം മരണം വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ വരെ സത്യാഗ്രഹം മാത്രമായി ശിക്ഷ ഗാന്ധിജി മരണം വരെ സത്യാഗ്രഹം രക്ഷിച്ചത് ബാക്കി മനുഷ്യരും ഹിന്ദുക്കളാണ് എന്ന് സ്ഥാപിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹത്തെ ഏകീകരിച്ച ഇന്നത്തെ ഹിന്ദുത്വയുടെ പ്രാണലാവ് സവർക്കറാണോ ഗാന്ധിജിയാണോ എന്ന് ചോദിച്ചാൽ കൃത്യം ഉത്തരം പറയാൻ പറ്റും. പ്രായോഗികമായി അത് ഗാന്ധി തന്നെയാണ്. സിദ്ധാന്തപരമായി സവർക്കറാകാം, അല്ലെങ്കിൽ DS കുഞ്ചയാകാം, അതുമല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഹെഡ്ഗവാറോ ഗുരുജിയോ ഒക്കെ ആകാം. പക്ഷെ അതിന്റെ പ്രായോഗികവാദി കാരണം ഗാന്ധിജിക്കാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനം. ഗാന്ധിജി എന്ന് കൊടുത്തുവിട്ടാൽ ഈ അമ്പ്, ഈ അസ്ത്രം എത്ര ക്രൂരമായിരുന്ന തെളിവാണ്. സാറിന് പറയുന്ന ക്ലാസ് കൊണ്ടുവരും. ഇക്കാലത്ത് മനുഷ്യര് ഈ സനാതന മതത്തിന്റെ അകത്തകപ്പെട്ട് ഒരിക്കലും തങ്ങൾ ഹിന്ദുവാണെന്ന് രേഖത വെച്ച് തെളിയിക്കാനാവാത്ത ആളുകൾ പോലും ഇന്നും ധരിക്കുന്നു തങ്ങൾ ഹിന്ദുക്കളാണ്. അതിന് ചില നിബന്ധനകളൊക്കെ പറയും, ചില കാഴ്ചപ്പാടുകളൊക്കെ പറയും. അവരെ അത് പറഞ്ഞു പഠിപ്പിക്കും. എടുത്തു നോക്കുക, ഈ 4 ജാതികളെ ഒഴിവാക്കിയാൽ ബാക്കി ആളുകളെ ഹിന്ദുക്കളാക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയും വേദങ്ങളിലില്ല. ബഹുമാനായ വെള്ളാപ്പള്ളി ഗണേശനും അല്ലെങ്കിൽ SNDP യോഗവും ഒക്കെ ഇന്ന് ഹിന്ദു എന്ന മതത്തിന് വേണ്ടി നായാടി മുതൽ നമ്പൂരി വരെ ഇതൊക്കെ ഐക്യത്തിന് ശ്രമിക്കുമ്പോൾ ആദ്യം ഒരു പറയേണ്ട മറുപടി, നിങ്ങളെങ്ങനെ ഹിന്ദുക്കളാകുന്നു? ഏത് രേഖ വെച്ച് നിങ്ങൾ ഹിന്ദുക്കളാകുന്നു? അവർ ഹിന്ദുക്കളാകാൻ ഒറ്റ വഴിയുള്ളൂ. പ്രസിദ്ധമായ പൂനാ പാർട്ടി മഹാത്മജി മുമ്പോട്ട് വെച്ച ആശയങ്ങൾ അന്നത്തെ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അംബേദ്കർ അംഗീകരിച്ചുകൊണ്ട് ബാക്കി മനുഷ്യരെ കൂടി ദളിതരെയും ആദിവാസികളെയും എല്ലാം ചേർത്തത് ഈ ലിസ്റ്റ് വിപുലമാക്കിയപ്പോൾ 10 കോടിയോളം വരുന്ന യാദവര്, മറ്റു പിന്നോക്കര്, ഈഴവർ, ആദിവാസികൾ എല്ലാം. എന്നിട്ടും ആ പദം നിർവചിക്കുന്നുണ്ടാവും. ഞാൻ ഈ മതപരിവർത്തനത്തെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ചോദിക്കും, ഹിന്ദുവിനെ നിർവചിച്ചാൽ പറഞ്ഞു വരുമ്പോൾ എല്ലാ ഹിന്ദുവാണ്. അപ്പോൾ പിന്നെ ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ? ഇന്ത്യയിൽ വാർക്കുന്ന, ഇന്ത്യയുടെ കൂടത്തെ അംഗീകരിക്കുന്ന, ഭാരത രാജ്യത്തെ വിശുദ്ധഭൂമിയായി കാണുന്ന ക്രിസ്ത്യാനികളുടെ അവർ ഹിന്ദുവാണ്, മുസ്ലിം ഉണ്ട് അവർ ഹിന്ദുവാണ്. ഞാൻ പറഞ്ഞ മതപരിവർത്തനം എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാം ഒന്നാണെന്നല്ലോ എന്ന് പറയുന്നത്. അതൊന്നുമില്ല, ഒന്നാണെങ്കിൽ പിന്നെ പരിവർത്തനം എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. X, Y ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഉത്തരവെങ്കിൽ പിന്നെ മതപരിവർത്തനം ഈ ആശയം എങ്ങനെയാണ് ശക്തമാകും? സ്വാധീനിച്ചിരിക്കാൻ സാധിക്കുന്ന ഉത്തരം പറയുന്നത് അതൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്ന് നാം എത്തി നിൽക്കുന്നത് ഒരു പുത്തൻ അനുഭവത്തിൽ. അതിനോട് ബന്ധപ്പെട്ടാണ് ഈ ജാതി സെൻസസ് ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഇതിനിടയിലാണ് ചിലർ പറയുന്നത് ഈ നമുക്ക് സാമ്പത്തിക സംവരണം പോലെ, സാമ്പത്തിക സംവരണം ആകുമ്പോൾ ഈ നമ്മുടെ സമൂഹത്തെ 2ആയി മാത്രമേ തരംതിരിക്കാൻ പറ്റൂ, ഉള്ളവരും ഇല്ലാത്തവരും. ഇതൊരു മാനസിക കാഴ്ചപ്പാടാണ്, ഉള്ളവരും ഇല്ലാത്തവരും.
മനസ്സിൽ പറ്റിയ അല്ലെങ്കിൽ മാർക്സിസത്തിന് വിടഞ്ഞ ഏറ്റവും വലിയ അപകടമാണ് ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ കാണാതെ ഈ വർഗസമരം എന്നൊക്കെയുള്ള പേരിൽ അടിമത്തത്തെ ഇപ്പോൾ വർഗസമരമായിട്ടാണ് ഇത് മാർക്സിസ്റ്റുകൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ ഇതിലിപ്പോൾ എഴുതിയ അടിമകേരളത്തിൻ്റെ അതിശയ ചരിത്രം എന്ന പുസ്തകം കമ്പനി കിട്ടും. കുറേ പുസ്തകം കഴിഞ്ഞ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡാണ്. വളരെ കൃത്യമായിട്ട് ഇതിനകത്തെ മാർക്സിയൻ വഞ്ചന അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അടിമകളുടെ അവസ്ഥ തൊഴിലാളിയുടെ അവസ്ഥയല്ല. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം ഞാൻ ഇത് കേൾക്കുന്ന മാർക്സിസ്റ്റ് അനുകൂല ചിന്തകന്മാരുണ്ടെങ്കിൽ അല്ലെ അതിൽ അത്തരം പാഠ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക. ഈ തൊഴിലാളിക്ക് വിലയും നിലയും അർഹിക്കുന്ന ശമ്പളമുള്ള എവിടാന്ന് പറയും. അത് ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലല്ല. ഇവിടെ വിലയും നിലയും പേരന്റുകൾക്കാണ് ഓഫീസിൽ നിന്ന്. നിങ്ങൾ പരീക്ഷിക്കുന്ന അമേരിക്കയിൽ ചെന്നാൽ ഡോക്ടറേക്കാൾ ശമ്പളം നേഴ്സിനാണ്. കാരണം പണി കൂടുതൽ അവർക്കാണ്. ആ നേഴ്സിനോട് കൽപ്പിക്കാൻ പറ്റില്ല. അവിടെ പോയി ഇറങ്ങി എടുത്തുകൊണ്ട് പോവാം. ഇന്നലെ എന്നെ ചെയ്തു വെക്കാൻ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ പണി ചോദിക്കുകയല്ല. അവിടെ ക്ലീനിങ് ഡ്യൂട്ടിക്ക് ആളില്ല. നിങ്ങളുടെ ഓഫീസ് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യുക. ചായ എടുത്തുതരാൻ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ വെല്ലടിച്ച് ക്ലാസ്സിനെ വിളിക്കുന്ന ഏർപ്പാടില്ല. പോയിട്ട് കോഫി മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പോയി എടുത്ത് കുടിച്ച് അച്ഛൻ കളഞ്ഞേക്കണം. എത്ര വലിയ ആളാണെങ്കിൽ എന്താണെന്നറിയില്ലേ, ഒരു ക്ലീനിങ് ഡ്യൂട്ടിക്ക് ഒരാളെ വെച്ചാൽ ഇവനേക്കാൾ ശമ്പളം കൊടുക്കും. മനസ്സിലായില്ലേ? മുടി വെട്ടുന്നവരെ വില കൽപ്പിക്കുന്ന രാജ്യമാണ് ഈ ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങൾ. കാരണം ഒരാൾ മുടി വെട്ടി ഇറങ്ങിയാൽ 200,000 ഉള്ളിൽ തത്തുല്യമായ പൈസ ഉണ്ട്. അതിനെ വളരെ ഡോക്ടറെ കാണുന്ന ഗൗരവത്തോടെ അദ്ദേഹത്തെ കണ്ട് ഇങ്ങനെയാണ്. ഇതേ സമയത്ത് അത് മാർക്സിയറെ കുഴപ്പമല്ല. മാർക്സിയൻ നീണ്ട വലിയ കൂലിപ്പണിക്കാരെന്നൊരു സംഭവമില്ല. ആ കൂലിപ്പണിക്കാരനെ കൂലി അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ 45 രൂപ ഞങ്ങൾ 90 ആക്കി, 90 200 ആക്കി. ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തത്. ഇതൊക്കെ വെൽഫെയറാണ്. ഞാൻ വെൽഫെയറിന് വേണ്ടിയല്ല നിൽക്കുന്നത്. ഞാൻ എൻ്റെ റൈറ്റിന് വേണ്ടിയാണ് വാദിക്കുന്നത്. എൻ്റെ അവകാശങ്ങൾക്കാണ് വാദിക്കുന്നത്. ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് കിട്ടുമെന്നല്ല, നമ്മുടെ അവകാശം അതാണ് വാദിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ആളിനെ എപ്പോഴും കാണാൻ വെയിറ്റ് എടുക്കാറില്ല, ഏതൊരാളിരുന്നാലും കാര്യം സാധിച്ചു തരും. ഞാൻ വെൽഫെയറിൻ്റെ കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ ഉദാഹരണം എനിക്ക് വേണ്ട. എൻ്റെ അവകാശങ്ങൾ, പൗരനിലയിൽ എൻ്റെ അവകാശം, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് മുമ്പോട്ട് വെക്കുന്നത് അതിന് മറുപടിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ലിസ്റ്റ് അന്ന് പൂനാപ്പാട്ടിന് ശേഷം ഹിന്ദു ജനസംഖ്യ പെരുപ്പിച്ച് കാട്ടി അതിനകത്തുനിന്ന് രൂപപ്പെട്ടു വന്ന ഒരു പുത്തൻ രാഷ്ട്രീയം നമ്മളെല്ലാം നോക്കും. ഇതൊന്നും അധിക കാലം ഓർത്തില്ല. ഈ വർഗീയ രാഷ്ട്രീയത്തിൽ ഓർത്തില്ല. അത് കാലക്രമേണ ശക്തിപ്പെട്ടു. അപ്പോൾ നമുക്ക് സ്വാഭാവികം തോന്നും വടക്കേന്ത്യയിലല്ലേ ഇതൊക്കെ ഉള്ളത്, ഛത്തീസ്ഗഡിലല്ലേ, പഞ്ചാബിലല്ലേ, കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ പഴയ മറ്റ് സ്റ്റേറ്റുകളിൽ കാണിക്കുന്ന പോലെയുള്ള ഒരു പ്രവണത കാണിക്കാതെ അല്ലെങ്കിൽ ശക്തിപ്പെടാതെ ബുദ്ധിമുട്ടിയ MLA രവിയൊക്കെ ഉണ്ടായി. ഇവിടെ എന്താ വളരാത്തതിൻ്റെ കാരണം വളരെ ചുരുക്കമാണ്. ഈ സംഘപരിവാരങ്ങൾ മുമ്പോട്ട് വെച്ച അജണ്ട അവരെക്കാൾ ഭംഗിയായിട്ട് UDF LDF നടപ്പിലാക്കുന്നു. അവരെന്താണ് മുമ്പോട്ട് വെച്ചാൽ അതിന് ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്താണ് സംഘപരിവാരം? ഞാനതിന് സന്തോഷത്തോടെ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങൾ കാര്യം പഠിക്കണം. 141 MLA-മാരാണ്. 141 അല്ലെ നോമിനേറ്റ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻ 141 പേരാണ്. ഈ 141 പേരിൽ 60 MLA-മാർ എങ്ങനെ കൃത്യം നായകസ് തന്നെയായിട്ട് മാറി. എന്തെങ്കിലും കളി 21 മന്ത്രിമാരിൽ 10 പേര് കറക്റ്റ് നായക. ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ തന്നെ അത് ശൂദ്രന്മാരുടെ ബോർഡാണ്. എല്ലാ തൂക്കുകാരോ മറ്റു ജോലിക്കാരോ ആർക്കൊക്കെ ഉണ്ടെങ്കിലായി. ഇതിന്റെ സങ്കടമല്ല. ഈ ബോർഡിൽ ഇത്തരം അഴിമതി നടക്കുമ്പോൾ ഇത് വെള്ളാപ്പള്ളി കൂട്ടരും അല്ലെങ്കിൽ മറ്റു പിന്നോക്കരും ദലിതരും അതിനെതിരെ ഒരു അക്ഷരം ഉരിയാടുന്നില്ല, കാര്യമായ സമരം നടത്തുന്നില്ല, ഒരു ചെറുത്തിൽ നടത്തുന്നില്ല. എന്നോട് നിങ്ങൾ ചോദിക്കുക, ഇപ്പോൾ ഇത്തരം മറ്റു പിന്നോക്ക രാഷ്ട്രീയത്തിന്, ബഹുജന രാഷ്ട്രീയത്തിന് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന അജണ്ട എന്താണ്? എന്ത് മൂവ്മെന്റ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഒറ്റ കഴിവുണ്ട്. നമ്മളിപ്പോഴത്തെ ഈ സംവരണ തത്വം നോക്കിയാൽ മതി. ഈ സംവരണ തത്വത്തിൽ വേഷം മാറി മുന്നോക്ക സംവരണം വന്നിരിക്കുക. 10% മുന്നോക്ക സംവരണം. ആ മുന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യം പറ്റി ഈ രാജ്യത്തിലെ ഈഴവ സമുദായത്തെ, ദലിതരെ, ആദിവാസികളെ പിന്നോട്ടടിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കുക. 14% ഈഴവ സംവരണം. അത് ഞങ്ങളുടെ അർഹരാണ് ഞാൻ കരുതുന്നത്. അത് കുറഞ്ഞു പോയി എൻ്റെ ഭാഗം. കാരണം ജനസംഖ്യാനുപാതിക അല്ലത്.
അവർ വലിയ ജനസംഖ്യയാണ്. മുസ്ലിം സംവരണം അത് 12%. 106 ജാതികളടങ്ങുന്ന SCക്ക് 8%. 8% ജനസംഖ്യാനുപാതിയല്ല. ആദിവാസികൾക്ക് 2% സംവരണം. ലാറ്റിൻ കാത്തലിക്സിന് 3%, 4%. നാടാ ക്രിസ്ത്യൻസിന് 3%. ദലിത് കൺവേർട്സിന് 1% സംവരണം. ഇതിൻ്റെ വലിയ തമാശ ഇതിൽ കുറേ പത്രങ്ങളുണ്ട്. മെറിറ്റിനെ അട്ടിമറിച്ച സംവരണമുണ്ട്. ഇവിടെ കേട്ടാൽ നമുക്ക് എല്ലാ സ്ഥലവും നോക്കുമ്പോൾ 6000-7000 കണ്ട റാങ്ക് ലിസ്റ്റ് വന്ന ഒരു നായർക്ക് ഈ സംവരണാനുകൂല്യം വെച്ചിട്ട് മെറിറ്റുള്ള ദലിതന്റെ അപ്പുറത്ത് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും, പെട്ടെന്ന് കിട്ടുകയാണ്. ഇത്തരം സംവിധാനങ്ങളിലൂടെ ഈ സംവരണ തത്വം തന്നെ അട്ടിമറിക്കപ്പെടും. എന്നോടൊന്ന് പറയുന്നത് ഈ സംവരണമൊക്കെ കാലഘട്ടപ്പെട്ടല്ലേ, നമുക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ളൂ. ഈ സംവരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരതാണ്. ഇതാണ് സൗജന്യം തരുന്ന കാര്യമാണ്. മാർക്ക് കുറവുള്ളവനെ പിടിച്ചൊരു സ്ഥാനത്താക്കാനുള്ള ഏർപ്പാടാണ്. അങ്ങനെയല്ല. സംവരണം എന്താണ്? എല്ലാ മണ്ഡലത്തിലും റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുന്നുണ്ട് ഏതൊരു ഫീൽഡിലും നായർ സമുദായങ്ങൾ വന്നു വിടുന്നു. നമുക്കിപ്പോൾ അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയുള്ള റിസോഴ്സ് പേഴ്സൺസ്, അത് ചീഫ് മിനിസ്റ്ററോ അങ്ങനെ കുറേ മെയിൻ നിലയിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിലും ഇതിനകത്ത് അണികളധികവും 20 ദലിതരാണ്. ഇന്നിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദലിത് പ്രാതിനിധ്യമില്ലാത്ത ഒരു മന്ത്രിസഭയാണ് നിലനിൽക്കുന്നത്. മറ്റൊരു കാര്യങ്ങളോട് ചേർത്ത് പഠിക്കണം. ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടന്നു. പ്രസ്താവന എന്തുമായിട്ട് എനിക്കതിൻ്റെ മെറിറ്റിലേക്ക് വരാൻ താല്പര്യമില്ല. പക്ഷെ ഇതിനെപ്പറ്റി ആർക്കെന്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അവലംബിക്കപ്പെട്ട് ന്യായീകരിച്ച ഒരാൾ ഓർക്കുന്നു. ഇതെന്താണ് ഇവർക്ക് ഇത്ര ആത്മാർത്ഥത മനസ്സിലാവുന്നില്ല. ഇത്ര ആത്മാർത്ഥത ഈ കേരളാശനുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ആത്മാർത്ഥമായിട്ട് ന്യായീകരിക്കും. അത് വേണം മറ്റേ അനിൽകുമാറാണെങ്കിലും ഇതിനെ എങ്ങനെ ന്യായീകരിക്കാം? കാരണം ഇവരെ നിർത്തിയാണ് ഈ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന ഒരു കുരുക്ഷേത്ര യുദ്ധ തന്ത്രമാണ് ഈ ചെയ്യുന്നത്. ഇതിനെ കണ്ടുണർന്നു നമുക്ക് എന്താണ് ബദൽ സൃഷ്ടിക്കാൻ കഴിയും? അതിനെ പൊളിറ്റിക്കലി നേരിടാനുള്ള കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ നെപ്പോട്ടിസം മനസ്സിലായി കാണും. നെപ്പോട്ടിസം ഞാൻ വിളിച്ച് സ്വജനപക്ഷപാതം, മറുവശത്ത് പ്രാതിനിധ്യ ജനാധിപത്യം. ഈ പ്രാതിനിധ്യ ജനാധിപത്യം എന്നൊരാവശ്യം അവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ അതിരൂക്ഷമായ വിധത്തിൽ ഇത്യാദി കാര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അത്ര പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റാത്തൊരു സ്ഥലമൊന്നുമല്ല. ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ബി ഒപ്റ്റിമിസ്റ്റിക് ഓൾവേസ്. നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം എന്ന് പറയുന്ന കാര്യമുണ്ട്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാണ് ഈ സമരം ചെയ്യണം നമ്മളോടൊപ്പം. അതുപോലെ സമരത്തിൻ്റെയൊക്കെ കാലം കഴിയുന്നത് ഇതൊക്കെ കാലഘട്ടപ്പെട്ട രാഷ്ട്രീയമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ എത്ര സമരമോ എത്ര സെക്രട്ടേറിയറ്റ് പഠിക്കൽ വളർന്നിട്ടാണ് ഈ നായർക്ക് ഈ സംവരണം എടുക്കുന്നത്. നിങ്ങളെല്ലാവരും നടത്തി സമരം പറയാൻ കഴിയുമോ? ഇവിടെയെങ്കിലും കുടിൽ കെട്ടി അവർ ഈ സമരം നടത്തി കണ്ടുണ്ടോ? ഒന്നുമില്ല. പേരുന്ന ആ സ്ഥാനത്തൊന്നും അവർ അനങ്ങത്തില്ല. ഇവർക്കെങ്ങനെ ഇതെല്ലാം കിട്ടിയേ, ഈ അവകാശങ്ങളെല്ലാം കിട്ടിയേ? അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയപരമായ ആ പ്രബുദ്ധതയുടെ ആവശ്യം. അതൊന്നുകൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഇത്തരം മൂവ്മെന്റുകളെല്ലാം ഉണ്ടാകുന്ന ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ മൂവ്മെന്റുകളെല്ലാം ഉണ്ടാകുന്നത്. റിസൾട്ട് വരുന്നതിന് മുമ്പേ അത് നടന്നു. പിന്നെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ടോ, സംഘടന ഉണ്ടോ എന്നും അറിയില്ല. ചില സംഘടനകളുടെ അവസ്ഥ അതിൽ വിഭിന്നമായിട്ട് നമ്മുടെ കാര്യക്ഷമതയും ശേഷിയും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സന്ദർഭപ്പെടുന്നത് ഞാൻ പറയാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയ വളരെ ചെലവുകളാണ്, ഏറ്റവും എഫക്റ്റീവായ മാർഗമാണ്. നമ്മളിപ്പോൾ വേടൻ്റെ കാര്യമെടുത്താലും അടൂരിൻ്റെ കാര്യമെടുത്താലും ഏതൊരു സാമൂഹിക രംഗത്തെത്തുന്ന മനുഷ്യൻ്റെയും സ്ത്രീകളുടെയും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ എടുത്താൽ അതൊക്കെ ജനകീയവൽക്കരിച്ചൊരു മാധ്യമമാണ്. ഈ മാധ്യമ സാധ്യതകളെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സുശക്തമായൊരു ബോധവൽക്കരണത്തിനാണ് ഇനിയുള്ള കാലങ്ങളിൽ പുറപ്പെടുന്നത്. അല്ലെങ്കിൽ പുറപ്പെടും മുമ്പ് നിങ്ങളൊരു കാര്യമാക്കി നിശ്ചയിക്കും. ചില മൂവ്മെൻറ്റുകളോടുള്ള ഇതേ ആവശ്യമാണ്. നിങ്ങളൊരു ആക്ടിവിസ്റ്റാണോ ഒരു ലീഡറാണോ എന്ന് സ്വയം പരിശോധിക്കുക. എന്നെപ്പെടുത്തൊരു ചിന്തയാണ്. വേറെ ആക്ടിവിസ്റ്റ്. നിങ്ങളൊരു ആക്ടിവിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ലീഡറായിരിക്കാൻ കഴിയും. കാരണം ആക്ടിവിസ്റ്റുകൾ കർമ്മനിരതരാണ്. അവർക്ക് പല പ്രശ്നങ്ങൾ ഇടപെടേണ്ടി വരും. എന്നാൽ ലീഡർ അങ്ങനെയല്ല. പക്വമതിയായ ഒരു പശ്ചാത്തല ബോധമുള്ള പ്രിപ്പയർഡായ അക്കാഡമിക്കലി നോളജുള്ള തിയററ്റിക്കലി കാര്യങ്ങളെ കാണുന്ന ഒരാളായിരിക്കും. ഇത്തരം മൂവ്മെന്റുകളൊക്കെ നയിച്ചത് പല ഘട്ടങ്ങളിലും ആക്ടിവിസ്റ്റുകളാണ്. ആക്ടിവിസ്റ്റുകൾ അവരുടെ പ്രസംഗത്തിന്റെ സ്വാധീനതയും മനോഹാരിതയും
ജനപ്രിയരായി മാറിക്കൊണ്ട് ഇത്തരം സിസ്റ്റങ്ങളെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് താത്തയുടെ ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, സംഭവങ്ങളെ നേരിടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ സംഭവിച്ചെന്താ, അണികളായ ആളുകൾ ഇത്തരം മൂവ്മെന്റുകളോട് താല്പര്യം, നിങ്ങളെല്ലാം വന്നത് ഈ മൂവ്മെന്റിനോട് താല്പര്യം കൊണ്ടാണ്. സ്വന്തം പണം മുടക്കി കഷ്ടപ്പെട്ടു വന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു വിമോചനത്തിന്റെ വഴിത്താര സിദ്ധിക്കപ്പെടുമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുക വേണ്ടി വന്നല്ല, എന്തെങ്കിലും എനിക്കൊരു ചെയ്യണം, എനിക്ക് ഇതിന്റെ പാർട്ടിസിപ്പേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഈ കാലത്തിൽ വരുന്ന മാറ്റത്തെ ഒന്ന് കാണണം, ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ വന്നിരിക്കുന്ന ആളുകൾ കൈക്കതയില്ലെന്നോ അവരെ കുഴപ്പമാണെന്നോ പറഞ്ഞ കാര്യമില്ല. ഇപ്പോഴുള്ള ഈ സിസ്റ്റത്തെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പ്രായോഗിക പാഠമാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്, പഠിക്കേണ്ടത്. അപ്പം ഞാൻ അധികം നീട്ടുന്നില്ല, സമയത്തിൻ്റെ പരിധിയുണ്ട്. ഇതിൻ്റെ ചോദ്യം ഉണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടി, ഒന്നിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കൂടി ഞാൻ സന്നദ്ധനാണ്. കാരണം ഇത്രയുള്ള പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ രാജ്യത്ത് മൂന്ന് പ്രത്യയശാസ്ത്രങ്ങളെ അംബേദ്കർ തച്ചുവെക്കാൻ ഇഷ്ടപ്പെട്ടു. ഒന്ന് ഹിന്ദുയിസമാണ്, മറ്റൊന്ന് ഗാന്ധിസമാണ്, ഇത് മാർക്സിസമാണ്. ഈ മാർക്സിസം ഉണ്ടാകുന്ന തന്നെ ഈ ബാലഗംഗാധരത്തിലേക്കൊക്കെ കൂടെ ആദ്യം നിന്ന നമ്മുടെ ബംഗാളിലെ ബ്രാഹ്മിൻസിന് പോകുന്ന വഴിക്ക് ഇവിടെ നേരിട്ട പ്രതിസന്ധിക്കകത്ത് അവർ താഷ്കണ്ടിൽ ഒരുമിച്ച് കൂടി. ഈ താഷ്കണ്ടിൽ കൂടിയ ആളുകൾ അതുവഴി കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തുർക്കി സുൽത്താൻ നൂറ് പ്രഖ്യാപിച്ചു വരുന്ന കുറെ മുസ്ലിം തീവ്രവാദികളെ കിട്ടി. അതായത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന കാവാരികൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാണ്. ഇന്നും ആ ചേരുവ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്ക് മറ്റു മനുഷ്യരെ കുറിച്ച് ചിന്തയില്ല. വർഗസമരം, മനുഷ്യന് മനസ്സിലാക്കാത്ത, കഴിക്കാൻ പൊട്ടാത്ത കുറെ ആശയങ്ങൾ സാധാരണ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് നിർത്തിയിരിക്കുക. ഓർത്തോ പറയാം, CPI പോലുള്ള പാർട്ടികൾ അവരുടെ സംസ്ഥാന കോട്ടയം സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ അതിനുള്ളിൽ ആ പാർട്ടി കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് നായർക്ക് മാത്രമാണ് എന്ന് പ്രമേയം പാസാക്കിയിരിക്കുക. ഇത്തരം അവസ്ഥാവിശേഷങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാണ്. CPI-കാരുടെ പിണങ്ങരുത്, CPI-കാരുടെ പിണങ്ങരുത്. കാരണം അതിനകത്ത് പഠിക്കേണ്ട ഒരു പാഠം, ഈ CPM-നേക്കാളൊക്കെ ഞങ്ങൾ RSS-ന്റെ പരകൂടി നിൽക്കുന്നവർ പറയുന്നു. RSS-ന്റെ അങ്ങേ തിരക്കിൽ അവർ നിൽക്കുകയാണ്. CPM അതിൻ്റെ കാര്യം ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ CPM-നെതിരെ ഒരു മീറ്റിംഗ് അവിടെ കൂടുന്നു. അത് AIYF അല്ലെ AISF അല്ലെ തുടങ്ങുന്നതാ. ഞങ്ങളുടെ മൂത്ത ചേട്ടൻ ശരിയല്ലെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ, ഈ പേഴ്സീവിലെ എതിരാളി അപ്പുറത്ത് പിടിക്കാനുള്ള ഹസ്തി ഒട്ടപ്പുറത്തെ. പിന്നെ ഞാൻ പാർക്കുന്നത് കാനന്റായന്റെ വാർഡിൽ അവർക്കവിടെ നിർത്താൻ ഒരു വാർഡി നിർത്താൻ ഒരാളെ കിട്ടുന്നില്ല. വാർഡിക്കൊണ്ട് നിർത്താനേ സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിക്കൊണ്ട് നിർത്താൻ ഒരാളെ കിട്ടുന്നില്ല. ഈ ഇടയ്ക്കൊരു വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു പറയില്ല, നമ്മുടെ രാജെന്നൊക്കെ പറയുന്ന പത്രപ്രവർത്തകർ പറയുകയാണ് UDF-ന് ഏറ്റവും നല്ലത് BSP-യെ കൂടെ കൂട്ടുകയാണ്. കാരണം അല്ലെങ്കിൽ CPM-നാണെങ്കിലും ഇവർക്ക് 14 ജില്ലയിൽ ആളുണ്ട്, 14 ജില്ലയിൽ കേരള വോട്ടർമാരുണ്ട്. CPI-ക്ക് എത്ര ഇല്ല കേരള വോട്ടർമാരുണ്ട്? നിങ്ങൾ ആലോചിച്ച് കിട്ടി. This is not good to interfere when I am speaking. You will get your own time, then you can speak. This is the minimum. Am I right? Yeah. Sorry. അപ്പോൾ പറയട്ടെ, അതിന് അനുകൂലി സംസാരിക്കുകയാണ് അല്ലേ, ആവേശം കൊണ്ട് വന്നു. കുഴപ്പമില്ല. അല്ലാതെ ഒരു കാര്യമാണ് ഉള്ളത്, ഇത്തരം ചില കക്ഷികൾ ഇതിനകത്തെല്ലാം തൊട്ടിടക്കുക മനുഷ്യന് ഈ അവസ്ഥയിൽ നമുക്ക് മാറ്റമുണ്ടാകും. അതിലൊരു ഡെമോഗ്രാഫികളെ പഠിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. എനിക്ക് എന്നോടാണ് ക്രിസ്ത്യൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞു സംസാരിക്കാൻ. ഞാൻ വെച്ച് സുഹൃത്തെ, നിങ്ങളെവിടെ വോട്ടർപ്പിക്കുന്നു, എത്ര ക്രിസ്ത്യാനിയുണ്ട് ആകപ്പാടെ? അതിലെ മേജർ അതാണ് സാധനം കാത്തലിക്സ്. അവരെന്താ ഇപ്പോൾ ഒരു 50% BJP-ക്ക്, 50%, അതിൽ 40% UDF-ൽ, 10% LDF. പിന്നെ പരിവർത്തന ക്രൈസ്തവരാണ്, അതിലൊരു 70% LDF-ൽ, 30% UDF-ൽ. BJP കുറവാണ്, ചുരുക്കത്തിൽ ആളുകൾ ഉണ്ടെന്ന്. നിങ്ങൾ ഈ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജയിക്കാൻ നിങ്ങൾ ആളെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ് നിങ്ങളത് സംഘടിപ്പിക്കുന്നത്? അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ എന്നുള്ള പേര് വേണം. അപ്പോഴാ ഓരോന്നേ ഉണ്ടാകും. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കേരളത്തിൻ്റെ അധികാരം പിടിക്കും ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്താൽ ഈ വോട്ടെടുത്ത് കൊണ്ടുവരും. അപ്പോൾ അത് ബഹുജന രാഷ്ട്രീയത്തിലേക്ക് വോട്ടുണ്ടാകും. ബഹുജനങ്ങളെല്ലാം സംഘടിപ്പിക്കേണ്ട ഒരു മൂമെൻറ്റാണ്. അല്ല നമ്മൾ കുറേ പേര് നോക്കി ഒരു ഘട്ടത്തിൽ അങ്ങനെ ജയിക്കാൻ കഴിയും. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഈ നമ്മൾ അഭിവൃദ്ധിപ്പെടാത്തത്, പുരോഗതി കൈവരിക്കാത്തതിനൊക്കെ കാരണം
അതുപോലെ ബ്രാഹ്മൺ മാത്രമാണ് തെറ്റിദ്ധരിക്കുന്നത്. ആളുകൾ ബ്രാഹ്മണിക്ക് ഹെജിമണി നേതൃത്വം കൊടുത്തിരിക്കുന്ന കുറേ ബ്രാഹ്മണന്മാർ നമുക്കെതിരെ എന്തൊക്കെ ചെയ്യുന്നില്ല. ഞാൻ പോലെ ബ്രാഹ്മണനെ SC/ST പെടുത്തണമെന്ന് അവർ വാദിക്കുന്നുണ്ടോ? ഞാനെന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. കാരണം വെച്ചാൽ അത് ഒത്തിരി ഇല്ലായ്മക്കാരുണ്ട്. ബ്രാഹ്മണിക്ക് ഹെജിമണി തമ്മിൽ വലിയ ഉത്തരത്വമില്ല. അതിലൊരു ഉദാഹരണം, ഒരു വസ്തുത നമ്മുടെ രാജ്യത്ത് ബനിയാൻ ഗ്രൂപ്പുണ്ട്. ഗാന്ധിജിയുടെ ജാതിയാണ് ബനിയാൻ 2.something% അത്രേ ഉള്ളൂ. ബനിയാൻ ഗാന്ധിജിയുടെ ആൾക്കാർ 2.something ഉള്ളൂ. പക്ഷെ അവരുടെ പേരുകൾ കേൾക്കണം. ഗൗതം അദാനി, മിത്തൽ, മുകേഷ് അംബാനി, ധിരുഭായ് അംബാനി, അനിൽ അംബാനി, മനസ്സിലായോ? ബിർള, ഗാന്ധിജിക്ക് വീട് കൊടുത്ത ബിർള. അപ്പൊ ബിർളയും ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണച്ചാക്കളുടെ ഇതിനകത്താണ്. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി മാത്രം പറഞ്ഞാൽ പോരാ. അത് ഈ ബ്രാഹ്മൺസ് മാത്രമല്ല ഇവിടെ പ്രശ്നക്കാർ. ആദ്യക്കാണ്. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെ ഉടച്ചു വാക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഡെമോഗ്രഫി, ഇന്ത്യയുടെ ജോഗ്രഫി, ഇവിടെ എവിടൊക്കെയാണ്, ഏതൊക്കെ പോക്കറ്റിൽ ആരൊക്കെയാണ് വരുന്നത്, ഈ സ്ഥിതികളെല്ലാം കാണണം. ഈ അവസ്ഥയെല്ലാം കാണണം. അങ്ങനെയൊന്നും വേണ്ടത് ദ്രാവിഡ രാഷ്ട്രീയമായിട്ട് വർക്ക് ചെയ്യുന്ന തമിഴ്നാട്ടിലേക്ക് ഇല്ല. അവിടെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. ദ്രാവിഡ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയും എതിരുണ്ട്. അവരുടെ അവസ്ഥ വളരെ ഹീനമാണ്. ഇപ്പം കരുണാനിധി മോഹൻ ഒക്കെ വന്ന ശേഷം വലിയ മാറ്റമുണ്ട്. വലിയ മാറ്റം ചിന്തിക്കും. ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം ഈ വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ കാണും. അപ്പൊ ഇവർക്കുണ്ടാകാവുന്ന ഒരു നിരാശ, ഞങ്ങൾ ഇങ്ങനെയാണല്ലോ. കാരണം ഇവരുടെ വലിയ സമ്പന്നരാണ്. അങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ സമ്പന്നമായ കുടുംബം തന്നെയാണ് ദയാനിധിമാരുണ്ട്. സ്പൈസ് ടിക്കൊക്കെ അവരെയാണ് മാരുടെ സഹോദരന്മാർ. നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഈ ഒരു പരിസ്ഥിതിയെ ഒന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഒരു ബദൽ നിർദ്ദേശിക്കും. അത് നിർബന്ധമാണ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇത്തരത്തിലൊക്കെ വികൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്തൊരു ഒരു അബദ്ധം കൂടെ പറഞ്ഞിട്ട് ഒരു പ്രായോഗികമായിട്ട് പറഞ്ഞ നടത്തുകയാണ്. എന്നോട് ചോദിക്കുക എന്താണ് ഒരു 25 കൊല്ലം കൊണ്ട് ഈ വികൽ രാഷ്ട്രീയത്തിനകത്ത് നേരിട്ട തിരിച്ചടി? അത് ജനങ്ങളുടെ അനൈക്യതയാണോ, നേതൃത്വത്തിൻ്റെ പ്രശ്നമാണോ? അതുകൊണ്ട് പറയുന്നത് നേതൃത്വം നമ്മളിൽ നിന്നുണ്ടാവുന്നു. നേതാവിനെ പോലീസുകാരുടെ കാര്യം പറഞ്ഞ പോലെ ഈ പോലീസ് നമ്മളിൽ നിന്നുണ്ടാവുന്നു. അല്ല, പോലീസ് പറഞ്ഞൊരു വർഗത്തെ ക്ലോൺ ചെയ്തതല്ല. നമ്മൾ തന്നെ ഈ പോലീസാണ്. ഒരു വർഗത്തെ ഉത്പാദിപ്പിച്ച് നമ്മുടെ ഒരാളെ ഈ പോലീസായിട്ട് കയ്യിൽ പിടിക്കപ്പെടുന്നു. അതുപോലെ നമ്മുടെ പ്രശ്നം ഈ പോലീസിന്റെ സെയിം പ്രശ്നമാണ്. ഈ പോലീസിന്റെ വിഷയം അവരുടെ ശത്രുവിനെ നിർവചിച്ച് എഴുതി വെച്ചിട്ടില്ല. ഇന്നാരും ഇതിന്റെ ശത്രുവാണ് പോലീസിനോട് ഇത്രയും പറഞ്ഞത്. അത് പോലീസ് വടിയോട് നടക്കും. ഇതിനകത്ത് ആരാ ശത്രു എന്ന് അറിയാവുന്ന എല്ലാവർക്കും കഴിയും. നമ്മൾ ശത്രു വരാന്ന് പറയുന്നത് മിലിറ്ററിക്കാണ് ശത്രു അറിയാം. പാകിസ്ഥാൻ അങ്ങോട്ട് അവർ 5 മിനിറ്റാണ് പഠിക്കുന്നത്. പോലീസിന് അറിയത്തില്ല മിത്രമാണോ ശത്രുവാണോ സ്നേഹിതനാണോ എല്ലാവർക്കും അങ്ങനെ കാണുന്നുണ്ടെല്ലാം വരുന്നത്. ഈ ഒരു അവസ്ഥയിൽ വാസ്തവത്തിൽ ബഹിരംഗ രാഷ്ട്രീയത്തിന്റെ ശത്രുത എന്തായാലും അത് ലീഡർഷിപ്പിന്റെ മാത്രം പ്രശ്നമാണോ? അത് അണികളുടെ മാത്രം പ്രശ്നമാണോ? അത് അപ്പുറത്തും നമുക്കിത് തരാത്തൊരു വ്യവസ്ഥയുടെ മാത്രമാണ്. അതൊക്കെ വിട്. ഞാൻ കാണുന്നൊരു പ്രശ്നം നമ്മുടെ ഈ ഊർജം പലപ്പോഴും വിട്ടിട്ട് പിന്നെ ഇങ്ങോട്ടായി കഴിഞ്ഞു. ഇപ്പൊ എനർജി പോയി. അതവർക്ക് മനസ്സിലായി. അതൊക്കെ പിടിക്കോ എന്റെ എനർജി മുഴുവൻ വീട്ടടിക്കുക. അപ്പൊ എനിക്ക് മെയിൻ ശത്രുവിനെ നേരിടാനുള്ള പണം പോയി, കേസായി, വഴക്കായി, പാർട്ടി ഓഫീസ് പിടിക്കണം, അതിലേ പോകണം, ഇതിലേ പോകണം. ഇതൊക്കെ കളയുന്നേ അവനാവേ വരട്ടെ, തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കും. അവനെല്ലാം തിരിച്ചു വരട്ടെ. അങ്ങോട്ടെല്ലാം വേണം. ഞാൻ എല്ലാ സാമുദായിക സംഘടനയ്ക്കും വേണ്ടി ചെയ്യുകയും ക്ലാസ്സിലൊക്കെ ചെയ്യും. അത് തൊഴിലാളിയായിട്ടില്ല, എൻ്റെ ചെലവിലോ പോകും. അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ ചായ തന്നാൽ കഴിക്കാൻ അപ്പുറത്ത് ആരോടും വണ്ടിയിൽ മേടിക്കാതെ നിർത്തും. കാരണം നാളെ പറയുന്നത് അയാൾ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ആ പ്രതിബദ്ധത കൃത്യമുണ്ട്. അതിനാണ് പറഞ്ഞു വെച്ചത്. ഈ പാളയത്തിൽ തിരിച്ചുള്ള യുദ്ധത്തിന്റെ എനർജി മതി അങ്ങോട്ട് അടിക്കാൻ. സംഗതി ജയിച്ചു. ആ അടി അങ്ങോട്ട് കൊടുത്താൽ മതി, സംഗതി ജയിക്കുക. ഇവിടെ ടൈം പോവാന്ന്, നമ്മുടെ സമയം പോവാം. കൂടെ വരുന്നവനെ തല്ലി 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 അവരുടെ കുഴപ്പം എടുത്തിട്ട് പറഞ്ഞ് അവിടെ CPI വളരാത്തത് അതാണ്. നിങ്ങൾക്ക് ശത്രുവില്ല. നിങ്ങൾക്ക് സ്വന്തം ഓപ്പോസിറ്റ് ശത്രുവില്ല. മനസ്സിലായില്ലേ? ഏതാണ്ട് വളരാത്ത ആളുകൾ പറഞ്ഞു മെയിൻ ആളിനെ ടാർഗറ്റ് ചെയ്യണമെന്ന്. നമുക്ക് ഇന്ത്യക്ക് ഇത്ര ആയുധം ഉണ്ടാകാൻ കാരണം എന്താണ്? നമുക്ക് ശത്രു ഉണ്ടായിരുന്നു പാകിസ്ഥാൻ. അല്ല, ഇത്ര ആയുധമെല്ലാം മേടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ നമ്മളെ ഭയക്കുന്നുണ്ട്. കാരണം എന്താ? നമുക്ക് ശത്രുണ്ട്. ശത്രുവില്ലാത്ത രാജ്യത്തിന് ആയുധം നടത്തില്ല. മെയിൻ ശത്രുവിനെ ടാർഗറ്റ് ചെയ്യണം. ഇത് ബ്രാഹ്മണസമല്ല, നിയമം മൂലം നമുക്ക് ഈ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷ സംജാതമാകണം. ഇവിടെ പറ്റുന്ന മറ്റൊരു കാര്യം എന്നോട് ആദ്യകാലത്തൊക്കെ പറയാറുണ്ട്. നമ്മുടെ ലക്ഷ്യം ജയിക്കല്ല, ജയിക്കേണ്ടവരെ തോൽപ്പിക്കും. പക്ഷെ അതുകൊണ്ട് നേട്ടം പറ. എക്സും വൈയുടെ മത്സരിക്കുക,
അല്ലെങ്കിൽ കൈപ്പത്തി അരിവാളുടെ മത്സരിക്കുക, അപ്പോൾ ഇവനെ അങ്ങ് തോൽപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഗുണം പറ. നമുക്ക് കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇത് വേണം. അപ്പം നമുക്ക് മനഃശാസ്ത്രപരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിലായില്ലേ? അവൻ തോറ്റു. ഇവിടെ അവൻ തോറ്റിട്ട് അത് പ്രശ്നമില്ല. എൻ്റെ കാരണം പറയാം. നമ്മളെ CPM വിട്ടുപോയിട്ടുള്ള ഒരു ലീഗിൻ്റെ പ്രവർത്തനമല്ല ഇപ്പോൾ പോയി ചേർന്നിരിക്കുന്ന 5ാം മന്ത്രി അൻവറല്ല, 5ാം മന്ത്രി അല്ലേ മഞ്ചലാംകുഴിയിൽ. ഈ മഞ്ചലാംകുഴിയിൽ ഈ CPM വിട്ടപ്പോൾ പോയി ചേർന്നത് കോൺഗ്രസിലല്ല, മതേതര പാർട്ടിയിലല്ല, നേരെ പോയി ചേർന്നത് ലീഗിലാണ്. ഇടയ്ക്ക് അവിടെ അൻവറിന്റെ നാട്ടില് ഒരു മത്സരം നടന്നപ്പോൾ ഒരുത്തം പന്തയം വെച്ചു, സ്വരാജ് തോറ്റാ ഞാൻ ലീഗ് ചെയ്തിട്ടുണ്ട് CPM-കാരൻ. ഇതെന്ത് പാർട്ടി പോലെ പഠിച്ചിരിക്കുന്നത്? സ്വരാജ് തോറ്റുപോയാൽ ഞാൻ ലീഗ് ചെയ്തു പച്ചക്കൊടിയായി. ഇത് പഠിക്കണം. ഇവിടെ ഈ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചൊരു സജി ഓലിക്കലുണ്ട്, CPI-യുടെ നേതാവ്. സജി ഓലിക്കലെ പാർട്ടി ഭരിക്കാതെ പോയി ചേർന്നത് കോൺഗ്രസിലല്ല, ഒരു വർഗീയ പാർട്ടിയിലാണ്, കേരള കോൺഗ്രസിലാണ് നേരെ പോയി ചേർന്നത്. അപ്പോൾ എന്ത് രാഷ്ട്രീയം ഇവിടെ നടക്കുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഇവിടെ കൃത്യം നടക്കുന്നത് ഇന്നത് സംഭവിച്ചേ ഒരു വശം ഇലക്ഷൻ വരും. ഈ രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നതിൽ വന്ന്